ചൂട് ഇപ്പോൾ ഈ വർഷത്തെ ചൂടല്ല അടുത്ത വർഷം, കഴിഞ്ഞ വർഷം ഇതിനേക്കാൾ ചൂട് കുറവായിരുന്നു, അങ്ങനത്തെ മാറി മാറി വരികയാണല്ലോ. അപ്പോൾ ഇപ്പം ഫോർ എക്സാമ്പിൾ സെക്കൻഡ് ഫ്ലോർ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വാർത്ത് കഴിഞ്ഞാൽ എന്തായാലും ചൂട് കൂടും അല്ലേ? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു എഞ്ചിനീയറിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾ അഡ്വൈസ് ചെയ്യണത് എന്തായിരിക്കും? അതായത് അത് നല്ല ചോദ്യമല്ലേ? നല്ല ചോദ്യം. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റായിട്ടൊരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ഇല്ല. ഇതിൽ നമ്മൾ ചൂട് കുറയ്ക്കാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഇതിൽ ഒത്തിരി സൊല്യൂഷൻസ് ഉണ്ട്. കോൺക്രീറ്റ് ചെയ്തിട്ട് പെയിന്റ് ചെയ്യുന്നവരുണ്ട്, കോൺക്രീറ്റ് ചെയ്തിട്ട് അതിന്റെ മേളിൽ ട്രസ് അടിക്കുന്നവരുണ്ട്, ട്രസ് അടിക്കുമ്പോൾ ചൂടകത്തേക്ക് കയറാത്ത രീതിയിൽ ട്രസ് അടിക്കുന്നവരുണ്ട്, പഫ് ഷീറ്റ് ഇടുന്നവരുണ്ട്, മെറ്റൽ ഷീറ്റ് ഇട്ടിട്ട് അടിയിൽ വേറെ കോട്ടിങ് അടിച്ച് വരുന്നവരുണ്ട്, പിന്നെ ഇതിന്റെ ഇടയിൽ ഫോൾസ് ഫ്ലോർ കൊടുക്കുന്നവരുണ്ട്. ഇങ്ങനെ ഓപ്ഷൻസ് നമുക്ക് ഇഷ്ടം പോലെയാണ്. നമ്മളിപ്പോൾ ഓരോ സാഹചര്യം പഠിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത് എന്ത് വേണം എന്നുള്ളത്. ഇപ്പൊ കോൺക്രീറ്റ് ഇട്ട് എക്സ്പോസ് ചെയ്ത് ഫ്ലാറ്റ് ആയിട്ട് വാർത്ത് കഴിഞ്ഞാൽ ചൂട് കൂടും എന്നുള്ളതിൽ പ്രത്യേകിച്ച് സംശയമില്ല. ഇപ്പൊ എസ്പെഷ്യലി ഇപ്പൊ അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ ഒരു തെറ്റായ ഒരു, അങ്ങനെ ചെയ്ത് വെക്കാന്ന് പറയുന്നത് തന്നെ ഒരു തെറ്റായ ഒരു ചിന്താഗതിയായിട്ടാണ് ഞാൻ അതിനെ വിലയിരുത്തുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റിൽ ഇത് വാർത്തിട്ട് അതിന്റെ മേളിൽ ഇതിടാമെന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് അത് അഡ്വൈസ് ചെയ്തത്. വേണ്ട, നമുക്ക് ഈ ഒരു മെറ്റീരിയൽ നമുക്ക് യൂസ് ചെയ്യാമെങ്കിൽ നമുക്ക് ഇതിന്റെ ചൂട് കുറച്ച് കുറയുകയും അഡീഷണലി ഇതിന് വേറെ എന്തെങ്കിലും ഇൻസുലേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് അന്നേരം അത് ആലോചിച്ച് ചെയ്യാം എന്നുള്ളതാണ്.